ഏറെ മനസ്സു വേദനിപ്പിക്കുന്ന കാഴ്ചകളും കഥകളുമാണ് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സ്ത്രീധനത്തിനു വേണ്ടി ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ പ്രേരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വയം മരിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, മറുഭാഗത്ത് മറ്റുള്ളവരുടെ കണ്ണുനീരുകൊണ്ട് ജീവിക്കുകയും അവരുടെ സങ്കടം കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ കഥകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഈ കാലഘട്ടത്തിനെ പല അവസ്ഥകളെയും വിലയിരുത്തിയിട്ട് പറയും, ഈ കാലത്തെ ഏറ്റവും വലിയ സങ്കടം ഇന്നതാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ അറിയുന്നു, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം മനുഷ്യ മനസ്സുകളിൽ നിന്ന് കരുണയും സ്നേഹവും ആർദ്രതയും എടുത്തുമാറ്റപ്പെടുകയും സ്വന്തം നേട്ടവും താൽപര്യവും സന്തോഷവും മാത്രം ആഗ്രഹിക്കുകയും അതിനെന്തു വഞ്ചനയും ചതിയും ചെയ്യാം എന്ന ഒരു ചിന്തകളിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തവും സങ്കടവും. കാരണം ഇന്ന് മനുഷ്യന്റെ മനസ്സുകൾ അത്രമാത്രം കുടുസായി പോകാൻ തുടങ്ങി. മറ്റുള്ളവൻ എത്ര കരഞ്ഞാലും അവന്റെ കണ്ണുനീരോ സങ്കടങ്ങളോ നമുക്ക് വലിയൊരു പ്രയാസമായി അനുഭവപ്പെടുന്നില്ല. കാണിക്കേണ്ട മനുഷ്യത്വമോ ന്യായമോ അല്ലെങ്കിൽ സൗഹാർദ്ദമോ ആർദ്രതയോ പ്രകടിപ്പിക്കാൻ നമ്മളിൽ പലരെക്കൊണ്ടും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കാരുണ്യമില്ലാത്ത മനുഷ്യൻ മൃഗങ്ങളെക്കാളും അധപ്പതിക്കുന്ന വാർത്തകളാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ തീർച്ചയായും മനുഷ്യനെ അള്ളാഹു ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാക്കിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ ബൽഹും അളല്ല്, അതിനേക്കാളും മോശമായ, മൃഗങ്ങളെക്കാളും മോശമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നു എന്ന തിരിച്ചറിവ് ഈ സമൂഹത്തിൽ ഇന്ന് പല കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണക്കാർ മറ്റു ചിലരാണെന്നറിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ. ഇക്കഴിഞ്ഞ ദിവസം കേരളക്കരയിൽ ഇന്നും ഇന്നലെയുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീധനത്തിന്റെ കൊലപാതകങ്ങളാണ്. സ്വന്തം നേട്ടമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരുത്തനെ വഞ്ചിക്കുകയും അല്ലെങ്കിൽ ആത്മഹത്യകളിലേക്ക് തള്ളിവിടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ സമ്പത്ത് സമ്പാദിക്കുന്ന രീതി എങ്ങനെയാണോ അതുപോലെ തന്നെ മറുഭാഗത്ത് ഇന്ന് സോഷ്യൽ മീഡിയ വർദ്ധിച്ചപ്പോ ചില പുതിയ വഞ്ചനയുടെ രൂപത്തിൽ, ചില പുതിയ ചതിയുടെ രൂപത്തിൽ പണം സമ്പാദിക്കുന്ന ആളുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളതിന് പച്ചമലയാളത്തിൽ ഇംഗ്ലീഷുവൽക്കരിച്ചുകൊണ്ട് പറയും പ്രാങ്ക് ചെയ്യുക എന്ന്. ഒരാൾ മറ്റൊരാളെ പറ്റിക്കുക, ചതിക്കുക, വഞ്ചിക്കുക. ഓർഡർ കൊടുത്ത സാധനവുമായി വരുന്നവന്റെ മുൻപിൽ ദാരിദ്ര്യം അനുഭവിച്ച് അഭിനയിച്ച് വിശപ്പിന്റെ വിലയറിയുന്ന രൂപത്തിൽ അഭിനയിക്കുകയും അവസാനം കൊണ്ടുവന്നവനെ പ്രാങ്ക് ചെയ്തു എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് ആളുകൾക്ക് മുൻപിൽ വേഷം കെട്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ആ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീരുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നതിന് പലരും വിളിക്കുന്ന പേര് പ്രാങ്ക് ചെയ്യുക, തരികിട കാണിക്കുക, അന്യന്റെ സങ്കടങ്ങളെ ചൂഷണം ചെയ്ത് സ്വന്തം ചാനലിന്റെയും അഭിനയത്തിന്റെയും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പലരും മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഭാര്യമാരെപ്പോലും ആ വിഷയത്തിലേക്ക് കൊണ്ടുവരികയും സ്വന്തം ഭർത്താക്കന്മാരെപ്പോലും കാമുകനായി മറ്റൊരുത്തിയുടെ മുൻപിൽ അഭിനയിക്കാൻ പറയുകയും എന്നിട്ടത് വീഡിയോയിൽ പകർത്തി നാടൊട്ടുക്കും പ്രചരിപ്പിച്ച് അവസാനം കെട്ടിയ പെണ്ണിനെ പ്രാങ്ക് ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ആണത്വം നഷ്ടപ്പെട്ട ആണുങ്ങളും കെട്ടിയ ഭർത്താവിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന നിലവാരം കുറഞ്ഞ അഥവാ ആധുനിക സ്ത്രീകളിൽ ചിലര് കാണിക്കുന്നതിനേക്കാളും നിലവാരം കുറഞ്ഞ വൃത്തിഹീനമായ മനസ്സിന്റെ ഉടമകളാകുന്ന ഭാര്യമാരും പെൺമക്കളും കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയൊരു വാക്കുണ്ട്. ഇന്ന് പലരും ഇത്തരത്തിലുള്ള തമാശ വീഡിയോകൾ ചെയ്ത് ജനങ്ങളെ സങ്കടപ്പെടുത്തുമ്പോൾ പല നിലക്കും
ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഇത് അഭിനയമാണോ, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനാവാത്തൊരു ദുരന്തത്തിലേക്ക് ഇത്തരത്തിലുള്ള ധനമോഹികൾ, വ്യൂമോഹികൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദരിദ്രൻ കൈനീട്ടിയാൽ പോലും അവനെ ഇതൊരു അഭിനയമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വീക്ഷിക്കേണ്ടി വരുന്നു. ഈ ഒരു ദുരന്തത്തിലേക്ക് ഈ സമുദായത്തെയും സമൂഹത്തെയും മനുഷ്യരെയും എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മതമല്ല, മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാതെ മറ്റുള്ളവരെ പറ്റിച്ചു നേടുന്ന സമ്പാദ്യത്തെക്കാൾ നല്ലത് ഒന്നുകിൽ പട്ടിണി കിടക്കലോ അതല്ലെങ്കിൽ മുൻഗാമികളായ ചില ചരിത്രകാരന്മാര് പറഞ്ഞതുപോലെ ആരാന്റെ പല്ലിനേക്കാൾ അവനാന്റെ മോണയാ നല്ലത് എന്ന ഒരു തിരിച്ചറിവെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾക്കുണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഒരു മുനാഫിക്കിന്റെ ലക്ഷണം 3 എണ്ണമാണ്. അവൻ സംസാരിച്ചാൽ കളവ് പറയും. ഇത്തരത്തിലുള്ള ആളുകൾ സൂക്ഷിക്കാത്തൊരു കാര്യമാണത്. ചിലർ പറയും അതൊരു എൻജോയ്മെന്റ് അല്ലേ, മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാണോ എന്റർടൈൻമെന്റും എൻജോയ്മെന്റും? മറ്റൊരാളുടെ പ്രയാസത്തെ ചൂഷണം ചെയ്തിട്ടാണോ, അവനെ ഭയപ്പാടിൽ നിർത്തിയിട്ടാണോ, കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചും സമൂഹ മധ്യത്തിൽ പരിഹസിച്ചിട്ടുമാണോ അവന് ഞങ്ങൾ പിന്നീട് സമ്മാനം കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ വക ഞങ്ങളൊന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മനുഷ്യന്റെ അപമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോ 1000 ചെവികളിലേക്ക് അത് മാറി മാറിപ്പോകുമ്പോ, നിങ്ങൾ മരിച്ചാലും നമ്മൾ മരിച്ചാലും ആ വീഡിയോ ഷെയർ ചെയ്യപ്പെടുമ്പോൾ നമ്മളെ ഖബറിലേക്ക് അതിന്റെ കുറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഇതാഹദ സക്കദിബ. ഒരു മുനാഫിക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോ കളവ് പറയുന്നവനാ, അഭിനയിച്ച് കളവ് പറയുന്നവരാ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഒരിക്കലും വൈലുൻ, നിങ്ങൾക്ക് നാശം. ആരാണവൻ? മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവൻ. കാണുന്ന കുറച്ച് വ്യൂസുകൾക്ക് മുൻപിൽ ചിരിപ്പിക്കാനും അവരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താനും വേണ്ടി കാണിക്കുന്ന ചില വിവരക്കേടുകളുണ്ടല്ലോ. വൈലുല്ലക്കും, നിങ്ങൾക്ക് നാശമാണ്, നാശമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പല നിലക്കും നമ്മൾ വ്യാഖ്യാനിക്കുന്നു. പ്രാങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നത് ചെയ്യുക, വീട്ടിലുള്ള ചെറിയ മക്കളുടെ മനസ്സിൽ പോലും കാപട്യം കുത്തി നിറച്ച് പറ്റിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോ, പ്രിയപ്പെട്ടവരെ, മനുഷ്യഹൃദയങ്ങൾ അത്രമാത്രം കടുത്തുപോകുകയാണ്. ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന അനുകമ്പയും ആർദ്രതയും മനുഷ്യത്വവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി, ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തം അത് തന്നെയാണ്. ഒരാളുടെ ഒരായുസിന്റെ കഷ്ടപ്പാടായ കട കത്തിയമരുമ്പോ തന്റെ മൊബൈലിൽ പിടിച്ച് അത് എന്റെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി വെപ്രാളപ്പെടുമ്പോ അണയ്ക്കാൻ ഒരുങ്ങുന്നവന്റെ കൂടെ ഒരു ബക്കറ്റ് വെള്ളമെടുക്കാൻ പോലും ഒരാളുടെ കൈപൊന്തുന്നില്ലെങ്കിൽ, വീഡിയോ പിടിച്ച് ആളുകൾക്കിടയിൽ ലൈക്കിനും ഷെയറിനും വേണ്ടി കാണിച്ചു കൂട്ടുമ്പോ, പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ എന്ത് അർഹതയും എന്ത് ഹക്കുമാണുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് നാട്ടുകാരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും വ്യൂസിന്റെയും ലൈക്കും ഷെയറും മാത്രം മതിയോ? ചില കല്യാണ വീടുകളിൽ നമ്മൾ കാണുന്നത് പോലെ വിവാഹം പോലും തീരുമാനിക്കുന്നതിന്റെ, നിക്കാഹ് പോലും തീരുമാനിക്കുന്നതിന്റെ മുൻപേ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി കുറെ സേവ് ദി ഡേറ്റ് എന്ന പേരിൽ വ്യത്യസ്തമായ ആംഗിളുകളിൽ ഫോട്ടോ എടുത്ത്, ചാഞ്ഞും ചെരിഞ്ഞും കിടന്നും ഫോട്ടോ എടുത്ത് വിവാഹത്തിന്റെ മുൻപേ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ആയിരക്കണക്കിന് ആൾക്കാരുടെ ലൈക്കും ഷെയറും വാങ്ങുമ്പോ അത് മതിയോ നമ്മളെ ദാമ്പത്യ സമാധാനത്തിന്? അള്ളാഹുവിന്റെ ബർക്കത്തും അള്ളാഹുവിന്റെ ലൈക്കും വേണ്ടേ? അതാഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു ചിന്തയിലൂടെ പോകും. ശരീരം മറയ്ക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പരസ്യമായി ചെയ്യാൻ പാടില്ലാത്ത ചില വൃത്തികേടുകൾ ചെയ്ത് പ്രചരിപ്പിക്കുമ്പോ അവരുടെ ഒരു സന്തോഷം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്തതിന് എന്തിനാ? അല്ല, മനുഷ്യനെന്ന സംസ്കാരത്തിന് ചില അളവുകോലുകളുണ്ട്. അത് ഇതര മനുഷ്യരോടും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തോടും ചെയ്യേണ്ട ചില ബാധ്യതകളും മര്യാദകളുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കള് പോലും പ്രാങ്ക് ചെയ്തു തുടങ്ങി, അഥവാ പറ്റിച്ചു തുടങ്ങി. ചതിയും വഞ്ചനയൊന്നൊരു വലിയ വിഷയമല്ല എന്ന് മക്കൾക്ക് തോന്നിത്തുടങ്ങി. കിട്ടിയ ആണിനെയും പെണ്ണിനെയും വെച്ച് നിലവാരം കുറഞ്ഞ ഒരു കളി കളിക്കുമ്പോ സത്യത്തിൽ വ്യൂസ് കൂടിയാലും അവരുടെ ഉള്ളറകളിലുണ്ടാകുന്ന ഒരു പ്രാക്കുണ്ടല്ലോ, അവരുടെ ഉള്ളകത്തുണ്ടാകുന്ന ഒരു അവഗണനയും വെറുപ്പുണ്ടല്ലോ, അത് മുൻനിർത്തി പടച്ച റബ്ബ് ആഖിറത്തിൽ ചോദ്യം ചെയ്യും. ഇതൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അവർക്ക് തോന്നിയതുപോലെ ചെയ്യാം.
പക്ഷെ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകമുണ്ട്. വീഡിയോകൾ ചെയ്യാം, അതല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എന്തും നമുക്ക് പ്രചരിപ്പിക്കാം. മറ്റൊരാളുടെ ഈ അറ്റത്തുവരെ, അഥവാ നമ്മൾ വിരൽ ചൂണ്ടിപ്പിടിക്കുന്ന ശരീരത്തിന്റെ ഈ വട വരെ നമുക്ക് അനുവാദമുണ്ട്. എന്നാൽ ആ ശരീരത്തോട് അഭിമാനമുണ്ടാകണം, അവന്റെ അഭിമാനത്തോട് ആദരവുണ്ടാകണം. അതൊക്കെ പ്രകടിപ്പിക്കുമ്പോഴല്ലേ നമ്മളും മനുഷ്യരാവുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണ് കൺമുൻപിൽ. ചതിയും വഞ്ചനയൊന്നും ആർക്കൊരു വിഷയമായി മാറുന്നില്ല. അതൊന്നും വലിയൊരു കുറ്റായിട്ട് തോന്നുന്നില്ല. വിശ്വാസിച്ചേൽപ്പിക്കപ്പെടുന്ന അമാനത്തുകൾ പോലും ചതിക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. തീർച്ചയായും അള്ളാഹുവിന്റെ ഒരു പിടുത്തമുണ്ട്, അത് റബ്ബ് പിടിക്കും നമ്മളെ. അതില്ലാതിരിക്കാൻ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നമുക്ക് എങ്ങനെ ഒരു രീതിയിൽ ഇടപെട്ടാലും, നമ്മളുടെ ഒരു വീഡിയോ ആയാലും എന്തെങ്കിലും ആയാലും ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. ഒരിക്കലും അത് നിങ്ങൾ സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ള നിലക്കല്ല. അതിലൊരു സന്ദേശമുണ്ടെങ്കിൽ ആ ഗുണം നമ്മൾക്ക് കിട്ടും. ആ രീതിയിലാവണം നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തെ കാണേണ്ടത്. നമ്മൾ 1000 ആളുകൾക്ക് മുൻപിൽ പറ്റിച്ചിട്ട് പിന്നെ ഓനൊരെന്തെങ്കിലും പാരിതോഷികവും 2 മാപ്പ് പറയലും ചെയ്താൽ അതൊരു പക്ഷേ ആ വീഡിയോക്ക് മുൻപിൽ ഓൻ ചിരിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിലും കാണുന്ന പരമ്പരകളായി കൈമാറി ഓരോരുത്തരും അത് കണ്ട് രസിക്കുമ്പോ നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഡോളറല്ല, ആഖിറത്തിന്റെ പാപമാണെന്ന് ചിന്തിക്കണം. ആ തിരിച്ചറിവാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള നല്ല മനസ്സിന്റെ, നമ്മളാൽ ഒരാൾ ചതിക്കപ്പെടരുത്, നമ്മളാൽ ഒരാൾ പരിഹസിക്കപ്പെടരുത്. ഓരോരുത്തരുടെ അഭിമാനവും വലുതാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. മൃഗങ്ങളെക്കാളും അധപ്പതിച്ചു പോകരുത്. കാരണം തലച്ചോറ് ചിന്തിക്കാൻ തന്ന് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്ന മനുഷ്യരാണ് നമ്മൾ. ആ മാറ്റം നമ്മളെ സ്വഭാവത്തിലും ഉണ്ടാകണം. അറിവില്ലായ്മയാണ് സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമെങ്കിൽ അറിവ് നേടി സ്വഭാവത്തിന്റെ നന്മ കണ്ടെത്താൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന.